റോഡ് സൈഡിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ ചിന്നനുറുമ്പ് പൊന്നിയുറുമ്പിനെ നീന്താൻ പഠിപ്പിക്കുമായിരുന്നു. ഒരു ഉറുമ്പ് വെള്ളത്തിൽ കൈകാലിട്ടടിക്കുന്നത് കണ്ട് സിദ്ധു ആവേശത്തിലായി. അപ്പേ, ആ ഉറുമ്പിനെ വേഗം രക്ഷിക്കണം! ഞാൻ പൊന്നിയുറുമ്പിനെ പൊക്കിയെടുക്കാൻ തുടങ്ങിയപ്പോ അവൾ ഉറക്കെ അലറി, ഞാൻ മുങ്ങിത്താണതല്ല ചേട്ടാ, നീന്തൽ പഠിക്കുമായിരുന്നു. ഉറുമ്പിന്റെ ഭാഷ മനസ്സിലാവാത്ത സിദ്ധു പറഞ്ഞു, അപ്പേ, ഉറുമ്പിനെ വാട്ടർ മെട്രോയിൽ കയറ്റി വിട്ടാലോ? കുറച്ച് എൻജോയ് ചെയ്യട്ടെ. ഞങ്ങൾ ഒരു ഇല കൊണ്ട് വാട്ടർ മെട്രോ ഉണ്ടാക്കി അവളെ അതിലിരുത്തി ഒഴുക്കി വിട്ടു. ചിന്നനുറുമ്പ് പിറകെ വന്ന് ഒച്ച വെച്ചു, എടാ തെണ്ടികളെ, അവളെ എങ്ങോട്ട് വിടുവാടാ? പക്ഷേ ആര് കേൾക്കാൻ? പൊന്നിയുറുമ്പിനെയും കൊണ്ട് വാട്ടർ മെട്രോ ഒഴുകി പോകുന്നത് കണ്ടപ്പോൾ സിദ്ധുവിന് സന്തോഷമായി. ഉറുമ്പ് ഇങ്ങനെയൊരു ട്രിപ്പ് സ്വപ്നം പോലും കണ്ടു കാണില്ല അപ്പേ. പൊന്നിയുറുമ്പ് താഴേക്ക് ഒഴുകി പോകുന്നത് കണ്ട ചിന്നനുറുമ്പ് കരയിൽ നിന്ന് തൊള്ള കീറി കരഞ്ഞു. അവസാനം വേറെ വഴിയില്ലാതെ അവൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവന്റെ അടുത്തേക്ക് നീന്താൻ തുടങ്ങി. അത് കണ്ടതും സിദ്ധു ഒച്ച വെച്ചു, അപ്പേ, ഉറുമ്പ് വീണ്ടും വെള്ളത്തിൽ വീണു, വേഗം പൊക്കിക്കോ. ഞാൻ വീണ്ടും ഒരു കമ്പ് നീട്ടിയപ്പോ അവൾ എന്റെ തന്തയ്ക്ക് വിളിച്ചു, ജീവിക്കാൻ സമ്മതിക്കില്ലടാ പട്ടി. പൊന്നിയെ വീണ്ടും വാട്ടർ മെട്രോയിൽ കയറ്റി ഒഴുക്കി വിട്ടപ്പോ നന്മ നിറഞ്ഞ ഞങ്ങൾ അപ്പനും മോനും അവളുടെ യാത്രയ്ക്ക് ആശംസകൾ നേർന്നു. ചിന്നനുറുമ്പ് ഞങ്ങളെ പ്രാഗിയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അവൾക്ക് പോകണ്ടെങ്കിൽ നിനക്കൊക്കെ എന്തിന്റെ ഭ്രാന്താടാ മഹാഭാവികളെ? അവൾ ഒഴുകി ഏതോ നാട്ടിൽ ചെന്ന് കയറിയപ്പോ അവൻ അതേ കരയിൽ അവളെ ഓർത്ത് ചങ്ക് പൊട്ടി പാടി പാടി നടന്നു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.